ഞാനിപ്പോ വന്നിട്ടുള്ളതേ നമ്മുടെ തൃപ്രയാർ അടുത്ത് വലപ്പാടാണ്. ഇവിടെ ഒരു ഒയാസിസ് യുനാനി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടെ ഒരുപാട് തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ബാക്ക് പെയിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും സംഭവം ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മള് എല്ലായിടത്തും ഈ ആയുർവേദവും അലോപ്പതിയൊക്കെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ യുനാനി ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. യുനാനി എന്ന് പറയുമ്പോഴേ ശരിക്കും ഇതൊരു ഗ്രീക്ക് ഒറിജിനൽ മെഡിസിൻ ആണ്. ആളുകൾ ഇതൊരു അറബിക് ഒറിജിൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. പുരാതന വൈദ്യശാസ്ത്രത്തിന്റെ തുടക്കത്തിലുള്ള സിസ്റ്റങ്ങളിൽ ഒന്നാണ് യുനാനി. പ്രത്യേകിച്ച് ഇതിൽ ആയുർവേദത്തിൽ ത്രിദോഷം എന്ന് പറയുന്നത് യുനാനിയിൽ ചതുർദോഷങ്ങളാണ്. വാദം, പിത്തം, കഫം, രക്തം, ഇങ്ങനെ 4 ഇതായിട്ടാണ് യുനാനിൽ വരുന്നത്. യുനാനി മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് രോഗത്തിന്റെ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് അതിന് ചികിത്സിക്കാണ്. അല്ലാതെ രോഗലക്ഷണങ്ങൾ ഇപ്പൊ ഒരാൾ അസുഖം പറയുന്നു, അയാളിപ്പോൾ വേദന പറയുന്നു, വേദനയ്ക്ക് വേണ്ടി മാത്രം മരുന്ന് കൊടുക്കുക, അത് മാറ്റാം. അതിലുപരി യുനാനി രോഗത്തിന്റെ കാരണം എന്തുകൊണ്ട് വരുന്നു, ഇതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതിന് ചികിത്സിക്കുക എന്നുള്ളതാണ് യുനാനിയിലെ ഫോക്കസ്. നമുക്ക് മരുന്നുകളും യുനാനി തെറാപ്പികളും ഭക്ഷണ ക്രമീകരണങ്ങളും റൊട്ടീനുകളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി. കൂടുതൽ വരുന്നത് കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ വേദനകൾ കേസാണ് കൂടുതൽ വരിക. അതിലുപരി നമ്മുടെ ഇപ്പോൾ ഈ തൊലിയുടെ പ്രശ്നങ്ങൾ, സ്ഥിരമായിട്ടുള്ള മൈഗ്രെയിൻ പോലത്തെ തലവേദനയ്ക്ക് വരാറുണ്ട്, അലർജി, തുമ്മൽ, ശ്വാസം മുട്ട് പോലത്തെ ചികിത്സകൾക്കൊക്കെ വരാറുണ്ട് ആളുകൾ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ തണ്ടൽ വേദന, കഴുത്ത് വേദന, കാലുമുട്ട് വേദന, മുട്ടുമടക്കാൻ പ്രയാസം, ഇതിനൊക്കെ കൂടുതൽ ആളുകൾ വരാറുണ്ട്. കാരണം യുനാനി തെറാപ്പികളും മരുന്നുകളും കൂടി സമന്വയിപ്പിച്ചിട്ടുള്ള ചികിത്സയിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറുണ്ട്. തോളുവേദനയായിട്ട് വന്നത്, ഉഴിച്ചലും ഇതിലേക്കായിട്ട് വന്നത് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നല്ല കുറവുണ്ട്. അവിടുത്തെ പ്രയറിലാണ് നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ചാൽ തന്നെ നമുക്ക് പകുതിയൊരു അസുഖം മാറിയ പോലെ നല്ല ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ എല്ലാം നല്ല സഹകരണം, സ്റ്റാഫുകളായാലും നല്ലതും. ഞാനും ഭാര്യയും ഇവരൊക്കെ മോനൊക്കെ ഇവിടെ തന്നെ എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരിക. ഉഴിച്ചൽ സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഞാൻ ഡോക്ടർ നാസില, ഒയാസിസ് യുനാനി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനാണ്. നമ്മളിവിടെ സ്ത്രീരോഗങ്ങൾ, PCOS, ഫൈബ്രോയിഡ്, അതുപോലെ ആർത്തവവിരാമവുമായി ബന്ധപ്പെട്ട് വരുന്ന അസ്വസ്ഥതകള്, ക്രമം തെറ്റിയിട്ടുള്ള പീരീഡ്സ്, ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഓരോരുത്തരുടെയും ശരീര സ്വഭാവം നോക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറ്റ്, അതുപോലെ ഡെയിലി റൊട്ടീൻസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അതിന്റെ കൂടെ തന്നെ നമ്മൾ മെഡിസിൻസും കൂടി വരുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ അതിന്റെ കൂടെ കുറച്ച് തെറാപ്പീസും കൂടി ആഡ് ചെയ്യാറുണ്ട്. കാലൊക്കെ നീര് വെച്ചിട്ട് നടക്കാനും പറ്റാതെ വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം എനിക്ക് നല്ലൊരു കുറവും സമാധാനവും ഉണ്ട്. ഞാൻ 5-8 മാസമായി ഡോക്ടറെ കാണാൻ വരുന്നത്. ഞാൻ ഇപ്പോൾ ചെറുതായി ജോലി ചെയ്യുന്നുണ്ട്. നടക്കുന്നതിനൊന്നും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നടുവിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു, കാലിൻ്റെ ജോയിന്റിൽ ഇതിൽ നല്ല വേദനയായിരുന്നു, പിന്നെ അതൊരു കടച്ചിൽ, അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. നടക്കാനൊക്കെയായിട്ട് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് 2-3 പ്രാവശ്യം കപ്പിങ് തെറാപ്പിയൊക്കെ ചെയ്ത് കിഴി പിടിച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെഡിസിൻ കഴിക്കുന്നുണ്ട്, നല്ല ആശ്വാസമുണ്ട്. നേരെ പൈസ വന്നിട്ടുള്ളൂ, അങ്ങനെ പൈസ വന്നിട്ടുള്ളൂ, കുറച്ച് വന്നിട്ടുള്ളൂ. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് തൃപ്രയാറിൻ്റെ അടുത്ത് വലപ്പാടാണ്. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് കേട്ടോ.